ഇൻട്രോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ല, എന്നാലും ഞാൻ പറയാണ്. ബാലന്ത് ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ ഒരു എലൈറ്റർ എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ നെതറിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ OP എൻചാൻമെന്റ്സ് ഒന്നും ഇതിലോട്ട് ഇട്ടിട്ടില്ല. ഞാൻ നമ്മുടെ ഫ്രഷ് ആയിട്ട് വില്ലേജേഴ്സിൻ്റെ അടുത്ത് എമറാൾഡ് എടുത്ത് വാങ്ങിയ ആർമറും ടൂൾസുമാണിത്. ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പായി നടക്കുന്ന ആ ഒരു എൻഡ് സിറ്റി കണ്ടുപിടിക്കാൻ, അത് ഷിപ്പുള്ളത് തന്നെ. ഇതുവരെ ഒരു എൻഡ് സിറ്റി പോലും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എൻഡ് സിറ്റിയും ഷിപ്പൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വീഡിയോ എടുക്കാമെന്നാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തതാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഡ്രാഗണെ കൊന്നിട്ട് തന്നെ എലൈറ്റർ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഡ്രാഗണെ കൊന്ന് കണ്ടവർക്കറിയാം എങ്ങനെ ഞാൻ കൊന്നേന്ന്. ഇന്നലെ തന്നെ ആ ഒരു എലൈറ്റർ എടുക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. പിന്നെ കാരണം എനിക്ക് സാധനങ്ങളും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഒന്നും ബിൽഡൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ എലൈറ്റർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എൻ്റെ സമയം മൊത്തം പോകാനുള്ളതാണ്. സാധാരണ അങ്ങനെയാണല്ലോ. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേർഡ് ഡൗൺലോഡ് തരുന്നതായിരിക്കും. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. കുറേ വെച്ചാൽ 2 പേര്, അതെനിക്ക് കുറേയാണ്. അപ്പോൾ ഒരു എലൈറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചെയ്തൊക്കെ എലൈറ്ററിൽ കൂടെ പറന്ന് നോക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒറ്റ ഐലൻഡിൽ തന്നെ നിൽക്കാണ്ട് വെവ്വേറെ ഐലൻഡിലോട്ടൊക്കെ പോയി നോക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. പിന്നെ ഞാനൊന്നും പറയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ആരും എനിക്കൊരു ഐഡിയ തരുന്നില്ല എൻ്റെ വേൾഡിൽ ഉണ്ടാക്കാൻ. എനിക്കന്ന് ഒരാൾ തന്നായിരുന്നു ഒരു ഐഡിയ, ഒരു വില്ലേജ്, കസ്റ്റം വില്ലേജ് ഉണ്ടാക്കാൻ. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിലിട്ടോ. ഞാൻ അത് നോക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഉണ്ടാക്കും. എന്തായാലും എലൈറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് വല്ല ഭയമൊക്കെ തപ്പണമെങ്കിൽ എലൈറ്ററിൽ തന്നെ പറന്നും പോകാം. പിന്നെ നമുക്ക് ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എലൈറ്റർ ഉപയോഗിക്കാം. എനിക്ക് നമ്മുടെ ഒരു ബേസിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഉള്ള ബിൽഡിങ്സിൻ്റെ കൂടെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്യുന്ന എന്താ പറയാത്ത വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ബ്രിഡ്ജ് ചെയ്യുക. അടുത്ത ലാൻഡിൽ ഇപ്പോൾ അടക്കിട്ടില്ലെങ്കിൽ അടുത്ത ലാൻഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യുക. അത് തന്നെ റിപ്പീറ്റ് ആണ്. പിന്നെ കുറച്ച് പേര് എന്നോട് മൾട്ടിപ്ലെയർ കളിക്കാമോ, മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മൾട്ടിപ്ലെയർ കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആരുടെ കൂടെ ആയാലും. പക്ഷെ എനിക്ക് സീരിയസ് ആയിട്ട് യൂട്യൂബിൽ ഇടുന്നതിനൊരു കുഴപ്പമുണ്ട്. ഈ ഒരു സിംഗിൾ പ്ലെയറിൻ്റെ തന്നെ എനിക്ക് കളിക്കാൻ അധികം സമയം കിട്ടുന്നില്ല. കളിക്കാൻ സമയം കിട്ടിയാലും എഡിറ്റ് ചെയ്യാൻ അധികം സമയമൊന്നും ഉണ്ടാവില്ല. കാരണം സ്കൂളും പിന്നെ എൻ്റെ കുറച്ച് ഹോബിയൊക്കെ ആയിട്ടുള്ള ക്ലാസ്സിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പറ്റൂല, അതൊന്നും പറയാൻ പറ്റില്ല. അത് വേറെ കാര്യം. അപ്പം അതിൻ്റെ കൂടെ മൈൻക്രാഫ്റ്റ് കളിക്കുക, എഡിറ്റ് ചെയ്യുക, വീഡിയോ ഇടുക, അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി വൈകിട്ടാണൊക്കെ ഇടാറ്. ഇപ്പം ഞാൻ കളിക്കുന്ന എത്ര സമയം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നിനക്ക് ഫോൺ എടുത്ത് നോക്കട്ടെ. ഇപ്പം കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 7:48 ഈ സമയത്താണ് ഞാൻ കളിക്കുന്നത്. രാത്രി 7:48. ഇതൊക്കെ എലൈറ്ററൊക്കെ ഇട്ടിക്കഴിഞ്ഞ് ഞാനിത് അഡിക്റ്റൊക്കെ ചെയ്ത് ഇടുമ്പോഴത്തേക്കും കുറച്ച് വൈകും. പക്ഷെ എന്നാലും ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അഥവാ മടിയുള്ള ദിവസങ്ങളിലാണ് ഞാൻ ചില ദിവസം ഇടാത്തത്. പിന്നെ വർക്ക് കൂടുതലായ ദിവസങ്ങളിൽ. പിന്നെ ഈ ഒരു എലൈറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കധികം പണിയൊന്നും ഉണ്ടാവില്ല. ഇത് വെച്ച് പറന്ന് കിടക്കാം. ഞാൻ ഓർക്കുവാണെങ്കിൽ ഒരു പ്രൊജക്ട് ബോർഡ് നമുക്ക് നമ്മുടെ ബേസിൻ്റെ അടുത്തായിട്ട് ഉണ്ടാക്കി വെക്കണം. ഞാൻ കുറച്ച് നേരം ബ്രിഡ്ജ് ചെയ്തിട്ടൊക്കെ നോക്കുന്നു. ഈ ഐലൻഡിലൊന്നും ഒന്നുമില്ല. അടുത്ത ഐലൻഡിലോട്ട് ബ്രിഡ്ജ് ചെയ്യാണ്. താഴെ വീണാൽ തീർന്ന്. എന്നാലും ഞാൻ ഇതുവരെയായിട്ട് ഇന്നലെ കാണിച്ച അത്രയും വലിയ മണ്ടത്തരം കാണിച്ചിട്ടില്ല എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോയപ്പോൾ. പക്ഷെ എന്നാലും ഞാൻ അവനെ കൊന്നിട്ടുണ്ട്. അത് തന്നെ നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സന്യാസീൻ്റെ അടുത്ത് നമ്മൾ മുട്ടയും പാലും വെക്കുന്നതിന് പകരം വെറും പച്ചവെള്ളം വെച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഒരു മുട്ടയും പാലും വെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് നല്ല ഭാഗ്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നോളൂ. പിന്നെ ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തെ, ചിലവരുടെ വിചാരം, അതായത് പലവരുടെയും വിചാരം ബെഡ്റോക്ക് പാലം എന്നുള്ള പേര് ഞാൻ ഇട്ടത്. അല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന അങ്ങനൊന്നുമല്ല. കാരണം എല്ലാവരും അങ്ങനെയുള്ള വിചാരിക്കുക. ബെഡ്റോക്ക് പാലം എന്ന് പറയുമ്പോൾ ബെഡ്റോക്ക് അടിച്ചണമെന്നാണ് വിചാരിക്കുക. പക്ഷെ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ച ബെഡ്റോക്ക് നമ്മുടെ സാധാരണ മൈൻക്രാഫ്റ്റ് സർവൈവലുള്ള ബെഡ്റോക്ക്, സർവൈവലല്ല മൈൻക്രാഫ്റ്റിലുള്ള ബെഡ്റോക്ക്. ഈ ബെഡ്റോക്ക് ബ്ലോക്ക് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റൂലല്ലോ, അതായത് മൈൻ ചെയ്തൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ മിക്കവാറും നിങ്ങളെ ഒരു എൻ്റെ സിറ്റി കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. എന്നാൽ പിന്നെ ഞാൻ എന്തായാലും ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. കാരണം വെറുതെ ടൈം കളയണ്ട. ഡേ ഇരിക്കുന്ന ഷിപ്പ് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ ഐലൻഡിൽ വേണ്ട. ഞാൻ ആ ഒരു ഇത് ലൂട്ട് ചെയ്യുന്നില്ല, സിറ്റി ലൂട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഷിപ്പിൻ്റെ അടിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാം. അതിന് കുറച്ച് ബ്ലോക്ക് മൈൻ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ബ്ലോക്ക് മൈൻ ചെയ്തെടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഞാൻ കറക്റ്റ് ഒരു സ്റ്റക്ക് എൻ്റെ സ്റ്റോ മൈൻ ചെയ്തിട്ടുണ്ട്. ഇത് തികയെന്ന് തോന്നുന്നു. ഞാൻ ഇനിയിപ്പോൾ മണ്ടയിലോട്ട് ബിൽഡ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ സൈഡിലോട്ട് ബിൽഡ് ചെയ്യാം. അഥവാ തെറ്റിയ നേരെ വോയിഡിലോട്ടാ. താഴത്തോട്ട് MLG ക്ലച്ച് ചെയ്യാൻ പോലും പറ്റൂല. ഒരു എൻട്രപ്പേലുണ്ട്, അതാണ് വിശ്വാസം. അങ്ങനെ ആ മൊമെന്റ് വന്ന് നമുക്ക് അച്ചീവ്മെന്റ് കിട്ടി. പൊട്ടിച്ചേറയിൽ കൂടെ ഇത് പൊട്ടാം. എവിടെ ബാക്കിലുണ്ട്. അത് ഈ മണ്ടനെന്ന് കൊല്ലട്ടെ. എന്നെ പറത്തി. ഇതെന്താ ലെവിറ്റേഷൻ അല്ലേ ഇത്? ചവട എൻ്റെ എലൈറ്ററിൻ്റെ മുന്നിൽ നിന്ന് പോടാ. ചവടി ടെലിപ്പോർട്ട് ആവുക പറ്റും ചെയ്യൂലേ? അതെപ്പോഴും ടെലിപ്പോർട്ട് ആവുക. ചത്തിരുണ്ടാവും. ടെലിപ്പോർട്ട് ആയില്ല. പക്ഷെ എനിക്കൊരു ശൾക്കർ ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രൊട്ടക്ഷൻ ഫോറിൻ്റെ ഹെൽമെറ്റ്. പിന്നെ ഗോൾഡ് എടുത്തേക്കാ. ഇത് വേണമെന്നില്ല, ഇത് വേണ്ട. ഇതിനകത്ത് എന്തുള്ള
ഡയമണ്ട് ഉണ്ട്, ഗോൾഡും ഉണ്ട്, സാഡല് കിട്ടിയത് എടുത്തേക്കാം. അങ്ങനെ കുറെ സമയം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഷിപ്പ് കണ്ടുപിടിച്ച എലേറ്റർ എടുത്തു. ഓക്കെ, സ്കൈസ് ദ ലിമിറ്റ് അച്ചീവ്മെന്റും കിട്ടി. ചെസ്റ്റ് പ്ലേറ്റിംഗ് ഒരു എലേറ്ററടാ, എങ്ങനെയുണ്ട് കാണാൻ? ബെഡ്റോക്കിന് ചിറക് വെച്ചാ എന്നെ പോലെ ഉണ്ടാവും കാണാൻ. എന്നിവനെല്ലാം കൂടി ഇട്ട് പറത്തിപ്പിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചാവുന്ന തോന്നുന്നത് അറിയില്ല. ഈ ഡ്രാഗന്റെ ഹെഡ് എടുക്കണം. അതേപോലെ ഇവിടെ ഉണ്ടാവുമല്ലോ ഒരു എൻഡർ ചെസ്റ്റ്, ആ റോക്കറ്റ് മൊത്തം അതിൽ നിന്ന് എടുക്കാം. പിന്നെ എനിക്ക് എൻഡർ ചെസ്റ്റ് പൊളിക്കാൻ പറ്റില്ല, പൊളിച്ചെടുക്കാൻ പറ്റില്ല, കാരണം സെൽഫ് ടച്ച് ഇല്ല ഈ പിക്കാക്സില്. പറഞ്ഞാൽ ഡ്രാഗന്റെ ഹെഡിങ് കൂടെ എടുക്കുന്നതിന് പിന്നെ താഴത്തോട്ടായിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം, ഇവിടെയും വെക്കാം. ഇനി പോയി പൊട്ടിച്ച താഴെ പോവില്ല, താഴെ പോയിടാണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഓക്കെ, കിട്ടി. ഇനിയിപ്പോൾ ആ എൻഡർ ചെസ്റ്റും കൂടി കണ്ടുപിടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ട് പേടിക്കാനില്ല. അതാ അപ്പുറത്തെ സ്ഥലത്തുമാണ് ഈ ഷിപ്പിലുണ്ടാവൂല എൻഡർ ചെസ്റ്റ്. ഇത് ഇവിടെ എടുത്തിരിക്കുന്നു. ചവട ചവട ചവട, അവനെ തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ എൻഡർ ചെസ്റ്റ് കണ്ടുപിടിക്കട്ടെ ഒന്ന്. എൻ്റെ എൻഡർ ചെസ്റ്റ് എടുക്കാൻ സമ്മതിക്കടാ. ഓക്കെ, റോക്കറ്റ് എടുക്കാം, റോക്കറ്റ് മൊത്തം എടുക്കാം. ഈ ചെസ്റ്റിൽ വല്ലതുണ്ടോ? ഡയമണ്ട് ഉണ്ട്, സോഡ് ഉണ്ട്, അതിങ്ങ് എടുത്തേക്കാം. ഞാനൊന്ന് ഇവിടെ നിന്ന് സ്കൂട്ടാവട്ടെ, ഇവന്മാരെന്നാ സമ്മതിക്കൂല ഇവിടെ നിൽക്കാൻ. ഓക്കെ, ഞാൻ അവിടെ നിന്ന് പറന്നിറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ എലേറ്ററിൽ പറക്കുന്ന ഈ വേൾഡിൽ. അങ്ങനെ ആ ഒരു അച്ചീവ്മെന്റും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു എലേറ്ററ. ഇതിപ്പോൾ സമയം ഏകദേശം 9:22 രാത്രി 9:22. അപ്പം എന്തായാലും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുടിച്ച് കയറി ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ പോകുമായിരിക്കും. കാരണം എനിക്ക് ഇനി ഇപ്പോൾ ഇതും കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം 11 മണിക്കുള്ളിൽ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ നിർത്താൻ പോവാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, വേൾഡ് ഡൗൺലോഡ് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ബേസിലൊക്കെ എത്തിയിട്ടുണ്ടാവും. കാരണം എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വേൾഡ് ഡൗൺലോഡിന് സംഭവം ചെയ്യുന്നുള്ളൂ. കാരണം അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.